ചേലക്കരയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 4:30 വരെയുള്ള കണക്ക് വരുമ്പോൾ 62.76%. 62.76% പോളിംഗ് പൂർത്തിയായത്. വയനാട് കണക്കെയല്ല. വയനാട് ഒരു മാന്യാവസ്ഥ രാവിലെ മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴുമുണ്ട്. ഉച്ച കഴിയുമ്പോഴേക്കും പോളിംഗ് ബൂത്തുകൾ നിറയും എന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്ര കണ്ടങ്ങ് നിറഞ്ഞിട്ടില്ല. പക്ഷേ പല ബൂത്തുകളിലും ഉച്ചയ്ക്കൊക്കെ നമ്മൾ കണ്ടതിനേക്കാൾ ഉച്ചയ്ക്കൊക്കെ ചില ബൂത്തുകളിൽ ഒരു കുഞ്ഞുപോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴേക്കും അത്യാവശ്യം പോളിംഗ് ബൂത്തുകളിലേക്ക് ആളെത്തി തുടങ്ങുന്നുമുണ്ട്. ചേലക്കരയിൽ നിന്ന് വിജയകുമാർ ചേരുന്നു. വിജയകുമാർ, ഇപ്പോൾ 4:30 കുറച്ചുകൂടി അപ്ഡേറ്റ് ആവാനുണ്ട്. ഒരു 78-80% പോകാൻ ചാൻസ് ഉണ്ടോ വിജയകുമാർ? ആഷ്മി, 80-ലേക്ക് വരാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് 75.68 ആയിരുന്നു. അതിനടുത്തേക്കൊക്കെ എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു വിലയിരുത്തൽ. ഇപ്പോഴേതാണ്ട് 63% കഴിഞ്ഞിട്ടുണ്ട്, 65-ലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 2 മണി വരെ, 2 മണിക്ക് ശേഷം കുറച്ച് മന്ദഗതിയിലായിരുന്നു പോളിംഗ്. അത് ഒരു 4 മണി 4:30 വീണ്ടും സജീവമായിട്ടുണ്ട്. ഇപ്പോൾ വോട്ടർമാർ ഇവിടേക്ക് വരുന്നുണ്ട്. നമുക്ക് ചേലക്കര ടൗണിലുള്ള ഒരു ബൂത്തിലെ ദൃശ്യങ്ങളാണ്. ഇത് 69-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടേക്ക് ഇപ്പോൾ വോട്ടർമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 6 മണി കഴിഞ്ഞാലും ഈ ബൂത്തിൽ പോളിംഗ് തുടരേണ്ടി വരും. ഇവിടെ 2-3 ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം തിരക്ക് ഇപ്പോഴുമുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അത് ഈ ചേലക്കരയിലെ ഒരു പൊതു സ്വഭാവമാണ്. ഒരു ഉച്ചവരെ വളരെ സജീവമായിരിക്കും. ഉച്ച കഴിയുമ്പോൾ കുറച്ച് മന്ദഗതിയിലാവും. വൈകുന്നേരത്തേക്ക് വീണ്ടും സജീവമാകും. പലപ്പോഴും 6 മണി കഴിയുമ്പോഴും പോളിംഗ് തുടരുന്ന അവസ്ഥ ചേലക്കരയിലെ പല ബൂത്തുകളിലുമുണ്ട്. ഞാൻ ചേലക്കര ടൗണിലാണ് നിൽക്കുന്നത്. ചേലക്കര ടൗണിലെ പല ബൂത്തുകളിലും ഒരു പക്ഷേ 6 മണി കഴിഞ്ഞും പോളിംഗ് തുടർന്നേക്കാം. ഒരു 75-ന് മുകളിൽ എന്നത് ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ അതിന് തന്നെയാണ് സാധ്യത. അത് 78-80-ലേക്കൊക്കെ വന്നാൽ അത് ഒരു അസാധാരണ പോളിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയും. അതൊരു ട്രെൻഡ് ആയിരിക്കും. 75-80-ലേക്കൊക്കെ വന്നാൽ അതൊരു ട്രെൻഡ് ആയിരിക്കും. നേരത്തെ 80 കടന്ന വർഷങ്ങൾ ഇവിടെയുണ്ട്. അന്ന് കെ രാധാകൃഷ്ണനൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച കാലമാണ്. പക്ഷേ അതൊരു ട്രെൻഡ് ആയിരുന്നു. പക്ഷേ ആ ട്രെൻഡ് ഇത്തവണ ഉണ്ടെങ്കിൽ അത് ആരുടെ പേരിലായിരിക്കും ആ ട്രെൻഡ് എന്ന് നമുക്കറിയില്ല. വ്യത്യസ്ത രാഷ്ട്രീയ വിഷയങ്ങൾ പലകുറി ആവർത്തിച്ച് ചർച്ച ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അത് അതേപോലെ വർക്കൗട്ട് ആകണമെന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ചേലക്കര വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് പ്രതികരിച്ചിട്ടുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ വളരെ സജീവമായി ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർ അണിചേർന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ ബൂത്തുകളിൽ കണ്ടത്. കർഷക തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന ഒരു ഇടത്തരം ജനവിഭാഗമാണ് ഇവിടെ അധികവുമുള്ളത്. അവര് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വളരെ സജീവ രാഷ്ട്രീയ വിഷയം ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടി ചേലക്കരയിൽ ഉണ്ടായിരുന്നു. അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും കൗതുകവുമുള്ള കാര്യം. കാരണം ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ. ഓരോ തെരഞ്ഞെടുപ്പും അങ്ങനെയാണ്. അതിൽ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്ന് പറയുന്നത് ആളുകൾ നിരനിരയായി പോളിംഗ് ബൂത്തിൽ കാത്തുനിന്ന് വോട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, വീട്ടിൽ വോട്ട് എന്ന സംവിധാനം ഉണ്ട് എല്ലായിടത്തും. പക്ഷേ ചേലക്കരയിൽ അങ്ങനെ വീട്ടിൽ വോട്ട് ചെയ്തിട്ടും അതിനൊരു പക്ഷെ അവസരം കിട്ടാത്തവരായിരിക്കാം പ്രായമായവർ, വളരെ പ്രായമായവർ, നന്നേ ആരോഗ്യം കുറഞ്ഞവർ, ഈ രോഗശയ്യയിലുള്ളവരൊക്കെ ഇവിടേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഒരു നല്ല സൂചനയാണ്. എന്ന് വെച്ചാൽ അവരൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്നു. അവരുടെ ഈ സായന്തന കാലത്തും ജീവിതത്തിന്റെ ഈ പറയുന്ന ഈ വാർദ്ധക്യ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴും അവർ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ നിലയിൽ എല്ലാ സജീവ ചർച്ചാ വിഷയമായ രാഷ്ട്രീയ പ്രശ്നങ്ങളോടും ചേലക്കരയിലെ ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രതികരിച്ചു. ഇപ്പോൾ ഈ ചേലക്കരയുടെ ഒരു പൊതു സ്വഭാവം, ഇവിടെ 2-3 ചെറിയ ടൗണുകൾ, ഇപ്പോൾ ചേലക്കര ടൗണ്, ചേലക്കര അല്ലെ പഴയന്നൂർ, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ചെറു പഞ്ചായത്തുകളാണ്. എല്ലാം പഞ്ചായത്തുകളാണ്, 9 പഞ്ചായത്തുകളാണ്. അപ്പോൾ മറ്റ് ചെറു പഞ്ചായത്തുകളുടെ ഒക്കെ അവസ്ഥ നോക്കുമ്പോൾ എല്ലായിടത്തും 60% മുകളിൽ ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും പോളിംഗ് ഉയർന്നിട്ടുണ്ട് അനൌദ്യോഗികമായി. അതെല്ലാം ഈ പറയുന്ന കൂടിയാലും കുറഞ്ഞാലും എല്ലാവർക്കും ഒരുപോലെ എന്ന നിലയിലേക്ക് തന്നെയാണ് അവിടുത്തെ സാഹചര്യം. ഇപ്പോൾ ഏതെങ്കിലും വോട്ടിംഗ് കൂടിയാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അത് ഗുണമാകും, കുറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ക്ഷീണമാകും. അത്തരമുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകൾ എനിക്ക് തോന്നുന്നത് ചേലക്കരയുടെ കാര്യത്തിൽ ഒട്ടും ശരിയാവണമെന്നില്ല. പൊതുവെ കേരളത്തിൽ അത്തരം സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 71-ാം നമ്പർ ബൂത്താണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പ്രേക്ഷകർക്ക്. നോക്കുക, ഇവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ പുറമേക്ക് ആ ക്യൂ ഇല്ലെങ്കിലും ഇവിടെ ഈ ആളുകൾക്ക് ഈ ബൂത്തിലേക്ക് കയറി അവിടെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ളത് കൊണ്ട് ആളുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യുകയാണ്. ആ വോട്ടർമാരുടെ നീണ്ട നിരക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ
നമ്മൾ 6 മണി ഒക്കെ കഴിഞ്ഞാലും ഇവിടെ ആളുകളുടെ ഈ വോട്ടർമാരുടെ നിര ദൃശ്യമാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ക് കൂടി ചേർക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു 70-75 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതും ഒരു നല്ല പ്രവണതയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ അത്രയും വിവരങ്ങൾ നൽകിയത് വിജയകുമാർ. അത് 6 മണി വരെ ആ ബൂത്തുകൾ കാണുന്ന ക്യൂ 6 മണിക്ക് തീരാനിടയില്ല. വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട് 56.92 4:30 വരെയുള്ള പോളിംഗ് ശതമാനം. ഒന്നുകൂടെ അപ്ഡേറ്റ് ആയാലും ഒരു 57-58 അത് പോരാ. വയനാട് സംബന്ധിച്ച് 2019 80% വന്ന വയനാടിനെ സംബന്ധിച്ച് ഇക്കുറി 80-ന് മുകളിൽ പ്രതീക്ഷ വയനാട് സംബന്ധിച്ച് ഈ പറയുന്ന 57 ഒന്നും പോരാ. ഇനി ബാക്കി വരുന്ന മണിക്കൂറുകളിൽ എത്രത്തോളം അത് സാധ്യമാവുമെന്ന് കാത്തിരുന്ന് കാണാം.